ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ കുറച്ച് അടുക്കള വിശേഷങ്ങൾ നമുക്ക് കാണാം കേട്ടോ. സുഖുവിൻ്റെ കുഞ്ഞി അടുക്കള വിശേഷങ്ങൾ. രാവിലെ പകല് ജോലിയൊക്കെ കഴിഞ്ഞു. രാവിലെ ദോശയായിരുന്നു നമുക്ക്. ദോശയും ചമ്മന്തിയുമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് മുറ്റമൊക്കെ തൂത്തു. പിന്നെ ഇച്ചിരി പണികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. കാപ്പിയൊക്കെ കുടിച്ചു. ഇനി അടുത്ത പരിപാടി നമുക്ക് എന്തെങ്കിലുമൊക്കെ ആക്കണ്ടേ ഉച്ചക്കലത്തേക്ക്. പെട്ടോ വെളിച്ചമൊന്നുമില്ല കൂട്ടുകാരെ. എൻ്റെ അടുക്കളയിലേക്ക് ശോകമുഖമാണ്. അവിടെ ആ ലൈറ്റ് ഇട്ടാണല്ലോ ഭയങ്കര എന്തോ പോലെ വല്ലാത്തൊരു വെട്ടം. ഇച്ചി വെട്ടക്കുറവ് കാണും, ക്ഷമിച്ചേക്കെ. എല്ലാവരും ഉള്ള വെട്ടത്തൊക്കെ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ തീയൽ വെക്കണം. അമ്മയ്ക്ക് അതൊക്കെ ഇഷ്ടം കേട്ടോ, തീയലൊക്കെ ഇഷ്ടമാണ്. പുള്ളിക്കാരത്തിയുടെ ഇഷ്ടത്തിന് എന്തെങ്കിലുമൊക്കെ നമ്മളങ്ങ് ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. എപ്പോഴും ഒന്നും ഒരു ഇഷ്ടം കാണത്തില്ലല്ലോ. തീയൽ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് പടവലങ്ങയും ഒക്കെ ഇട്ടൊരു കുഞ്ഞി തീയൽ വെക്കാൻ പോവാണേ കൂട്ടുകാരെ. തേങ്ങ ഇത്തിരി ഫ്രീസറിനകത്തോട്ടങ്ങ് തീയൽ കിട്ടും പിള്ളേരെ. അങ്ങനെ ഒരു ഉപകാരം ചെയ്തു തരും കേട്ടോ രണ്ടുപേരും. എനിക്ക് തേങ്ങ തിരുമ്മ മടിയാണ് കൂട്ടുകാരെ. നിങ്ങൾക്കൊക്കെ മടിയുണ്ടോ? എനിക്ക് ഭയങ്കര മടി കേട്ടോ. രണ്ടുപേരും ചെയ്തു തരും എനിക്ക്. അമ്മയ്ക്ക് തേങ്ങ തിരുമ്മ വയ്യാന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവർ രണ്ടുപേരും ചെയ്തു തരും. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പടവലങ്ങിയ തീയൽ നിങ്ങളൊക്കെ വെക്കുമോ? തൈര് കുറച്ചിരിപ്പുണ്ട്, മീൻകൂട്ടം കുറച്ചിരിപ്പുണ്ട്. പിന്നെ വാഴയ്ക്ക തോരനും വെക്കാമെന്ന് വിചാരിച്ചു. പപ്പടം കാച്ചാം. അപ്പോൾ നമ്മുടെ തേങ്ങാക്കുട്ടനെയാണ് നമ്മളിവിടെ വറുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്തോ ഉണ്ട് വിശേഷങ്ങൾ? ഇവിടെ രാവിലെ മഴയൊക്കെ പെയ്യും. രാവിലെ മഴയൊക്കെ ചാറി. ഒരു ദിവസമായി ഒരു മഴ ചാറി. 2-3 പ്രാവശ്യം മഴ ചാറി. ആകെ തലവേദന. ഒരു മോട്ടറുള്ളത് 3-4 ദിവസം മുമ്പ് പണിയും മുടക്കിയത്. നമ്മുടെ മോട്ടർ വെള്ളം അങ്ങോട്ട് കയറുന്നില്ല. പിന്നെ നമ്മുടെ ഇലക്ട്രീഷ്യന്മാർ വേറെ മോട്ടർ കൊണ്ട് കെട്ടി തൂക്കി ഇട്ടേക്കും കിണറ്റിനകത്ത്. മറ്റേത് പണി കിട്ടിയെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇനി പുതിയത് വാങ്ങിക്കണം. ശരിയാക്കി എടുക്കാൻ നോക്കുകയും ശരിയാക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ വേറെ നമ്മൾ മാറ്റണം. വെള്ളത്തിലിരുന്ന മോട്ടറല്ല കേട്ടോ. പിന്നെ അവർ ഇലക്ട്രീഷ്യന്മാർ കൊണ്ട് വന്നത് അവരുടെ മോട്ടർ കൊണ്ടുവന്നിട്ടേക്ക് 2-3 ദിവസം വന്നു. അങ്ങനെ എല്ലാം കൊണ്ട് നമുക്കൊരു വല്ലാത്ത ഒരു ഇതാണ്. വരുമ്പോൾ 4 വഴിക്കൂടാണ് വരുന്നത്. കഷ്ടകാലം. അതങ്ങനെയാണല്ലോ അല്ലേ. എല്ലാം കൊണ്ടും നല്ല സമയമാണെന്നാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് കേട്ടോ. എല്ലാം കൊണ്ടും നല്ല സമയമാണ് സുഖുവിൻ്റേത്. ഇതൊക്കെ നമ്മളങ്ങ് അനുഭവിക്കുകയാണ്. അപ്പോഴ് നമ്മുടെ തേങ്ങാക്കുട്ടൻ ഇങ്ങനെ ചുമന്നൊക്കെ വീഴുന്ന ഒരുപാട് കരിക്കത്തില്ല കേട്ടോ. ഇഷ്ടമല്ല ഇവിടെ. അതുപോലെ കായ ഞാൻ അരിഞ്ഞ് വെച്ചേക്കും. അതിന് ചതച്ചിരുന്നു. വെട്ടമുണ്ടോ എനിക്കറിയത്തില്ല കേട്ടോ. ഇരുട്ടാണോ എന്തോ. അപ്പോൾ ഇത് പെട്ടെന്ന് നന്നായിട്ടങ്ങ് മൂത്ത് പെട്ടെന്ന് മുളകും മല്ലി ഇട്ട് കൊടുക്കാം കേട്ടോ. എരിയൊക്കെ കുറച്ച് മതിയേ. ഒത്തിരി ആയാലും കുഴപ്പമാണ്. എല്ലാം കുറച്ച് എരിയൊക്കെ ഇപ്പം കുറച്ച്. ഒരുപാട് അങ്ങ് വേണ്ട. എനിക്ക് തന്നെ പേടിയാണ്. ഗുളികയൊക്കെ കഴിക്കുന്നവരെ എരിവ് ഒരുപാട് കൂട്ടാനൊക്കെ ശരി. ഈ പരുവത്തെ ഓഫാക്കേ. നമുക്കിനി പഴറ്റി ഇതിനെ ഒന്ന് അരച്ച് നമുക്ക് കൊണ്ടുവരാം. ആ സമയം കൊണ്ട് ഇപ്പുറത്തോട്ട് നമുക്ക് തോരനും വെക്കാം. എളുപ്പമല്ലേ. ഞാൻ അങ്ങേയറ്റത്തെ കത്തിക്കത്തില്ല കേട്ടോ. എനിക്ക് പേടിയാണ്. ചിലപ്പോൾ പൊട്ടിത്തെറിയോ വല്ലതും ഉണ്ടായ ജനലിൻ്റെ ഗ്ലാസ് പേടിയാണ്. ചില കൂട്ടുകാർക്ക് അടുക്കള വിശേഷങ്ങളൊക്കെ കാണാൻ താല്പര്യമുണ്ട് കേട്ടോ. ഇനി എല്ലാം ഉണ്ട് നമ്മുടെ ഇതിനകത്ത് കേട്ടോ. അടുക്കള വിശേഷങ്ങളും കാണിക്കാം, ബ്യൂട്ടി ടിപ്പും കാണിക്കാം, എല്ലാം കാണിക്കാം. അതാണല്ലോ ബ്ലോഗ് എന്ന് പറയുന്നത്. എന്ത് ചെയ്തിട്ടും അങ്ങോട്ട് കര കയറുന്നില്ല. എൻ്റെ ഭഗവാനെ, എൻ്റെ ശിവനെ, എന്ത് ചെയ്യും? എല്ലാം കിഴക്കമ്പാട് വന്നു കേട്ടോ.
ഇങ്ങനെ ഇങ്ങോട്ടൊന്ന് മഴയിനകത്ത് കിടന്ന് കരിയാതെ. എന്നിട്ട് നമുക്ക് നമ്മുടെ കഷ്ണങ്ങളെല്ലാം കൂടെ ഒന്ന് വഴറ്റി. ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോഴേ കഥ പറഞ്ഞ് അങ്ങ് പോകും കേട്ടോ. ഒത്തിരി സമയം എടുക്കും. മറ്റേതൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്തങ്ങ് തീർക്കാം. ഇതിപ്പം നമ്മുടെ കഥ പറഞ്ഞ് അങ്ങ് പോവും കേട്ടോ. കടുക് വറക്കട്ടെ. എന്നിട്ട് നമ്മുടെ കടുകൊക്കെ പൊട്ടി കേട്ടോ. കടുക് ഞാൻ പൊട്ടിക്കാൻ കടുകിടാതെ കുറേ കടുക് പൊട്ടിച്ചത്. ഇതിന് ഒരു ലെവലുമില്ല. എന്തൊരു കഷ്ടം, ഭയങ്കര കഷ്ടം. രാവിലെ ലെവലെല്ലാം പോയി കേട്ടോ. നല്ല അടികൊള്ളാത്തതിൻ്റെ അല്ലേ, നല്ല അടികൊള്ളാത്തതിൻ്റെ കുഴപ്പമാണ് ലെവലില്ലാത്തത്. ഈയിടെയായിട്ട് ഈ ചുരുക്കക്കാരുണ്ടെന്ന് തോന്നുന്നു എനിക്ക് കേട്ടോ. ഉപ്പിട്ട എളുപ്പം വഴഞ്ഞത്. കായ് തോരൻ വെക്കാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുകൂടെ കൈ അടപ്പത്തോട്ടാക്കിയാൽ പെട്ടെന്ന് തേങ്ങ വെച്ച് ചതച്ച് നമുക്ക് എടുക്കാമല്ലോ. അതുകൊണ്ടൊന്ന് കഴുകി എടുക്കട്ടെ കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ഞാൻ തോരൻ അങ്ങോട്ട് കഴുകി വെച്ച് ഇനി തോരനെ ചതച്ചെടുക്കാം. തേങ്ങ ഇങ്ങനെ തിരുമ്മി വെച്ചാൽ എളുപ്പമാണ് കേട്ടോ. പരിപാടിയിൽ നടക്കും. ചൂടെ തേങ്ങ വേണം. നമ്മുടെ തീയലുള്ളത് അരച്ചും കൂടെ എടുക്കണം. തേങ്ങയ്ക്കൊക്കെ വില കൂടുതലാണ്, കുറച്ചെടുത്താൽ മതി കേട്ടോ. തേങ്ങയ്ക്കൊക്കെ വില കൂടുതലാണ്, കുറച്ചെടുത്താൽ മതി കേട്ടോ. സുപ്പ് അതുകൊണ്ട് കുറച്ച് എടുക്കും. ആരാ ഇവിടെ? എൻ്റെ പൊന്നെ, ഒരു അഹങ്കാരം നോക്കിയോണ്ട് എത്ര ദിവസം കൊണ്ട് ഇവിടെ ഭയങ്കര വെയിൽ. ആ വെയിലത്തൊന്നും സൂപ്പും മുളക് കഴുകിയില്ല. ഇന്നലെ അങ്ങോട്ട് കഴുകിയിട്ട് ഇന്ന് രാവിലെ മുതൽ നമ്മളെ ഇവിടെ മഴയാണ് കേട്ടോ. അതിന് നമ്മുടെ ഡൈനിങ് ടേബിളിൽ നീട്ടി വിരിച്ച് ഞാൻ ഇതിങ്ങനെ ഇട്ടേക്കുകയാണ്. ഇന്നലത്തെ നല്ല വെയിലായിരുന്നു കേട്ടോ. ഇന്നലത്തെ നല്ല വെയിലായിരുന്നു. ഇന്ന് പക്ഷേ രാവിലെ മുതൽ മഴ ചാറും. നമ്മളന്നേരം ഡൈനിങ് ടേബിളിൽ മുളകെല്ലാം കൂടെ വാരിയിട്ട് ഫാനിട്ടിട്ടില്ല കേട്ടോ. തോന്നിട്ടുണ്ട്, നിരത്തിയിട്ടാൽ മതി. വെയിൽ വരുമെങ്കിൽ പുറത്ത് കൊണ്ടുപോകാം, ഇല്ലെങ്കിൽ നീ ഇവിടെ തന്നെ കിടക്കും കേട്ടോ. മല്ലി ഭാഗ്യത്തിന് ഞാൻ കഴിയില്ല. മല്ലി കഴുകിയാൽ പണി കിട്ടും, കുതിർന്നിരിക്കും. പക്ഷേ ഇത് നല്ല തോർച്ചയായി കിടക്കട്ടെ. എനിക്ക് ആകെപ്പാട് ടെൻഷൻ കൊണ്ടുപോയി. ടെൻഷനോട് ടെൻഷൻ. മഴ പെയ്യുമോ, എൻ്റെ മുളക് ഉണങ്ങുമോ എന്നൊക്കെയുള്ള ഒരിതാണ് കേട്ടോ. എരിയാൻ മാത്രമാണിത്. ഒറ്റ മുളക് പോലും മുറിഞ്ഞിട്ടില്ലായിരുന്നു. നല്ല സൂപ്പർ മുളക് കേട്ടോ. നമ്മൾ പെണ്ണുങ്ങൾ ഇതൊക്കെയല്ലേ നോക്കുന്നത്. നല്ല അടിപൊളി മുളക് കണ്ടോ കണ്ടോ, ഒറ്റ എണ്ണം പോലും മുറിഞ്ഞിട്ടില്ലെന്നതാണ്. ഇനി ഇത് ഉണക്കിയെടുത്ത് ഇതിൻ്റെ ഞെട്ടെല്ലാം എടുത്ത് നല്ലൊരു പണിയാണ്. ആരെയും കൊണ്ട് ആവോ എന്തോ, എനിക്ക് വയ്യ, എൻ്റെ നടുവുണ്ട് കേട്ടോ. വലിയ അനക്കിയതേ ഇല്ല. അവിടെ കിടക്കടാ നീ കേട്ടോ. വെയിലുണ്ടെങ്കിൽ നിന്നെ ഞാൻ വെളിയിൽ കൊണ്ടാക്കാം കേട്ടോ. ഓക്കെ. നമ്മുടെ പരിപാടിക്കിടയിൽ തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു കേട്ടോ. എന്തായാലും ഞാൻ എല്ലാം ആക്കി കേട്ടോ. കുറച്ചൊക്കെ എല്ലാം ആക്കി. തീയൽ നമ്മൾ വരട്ടിക്കൊണ്ടിരുന്നപ്പോഴത്തേന് തടസ്സം നേരിട്ടു കേട്ടോ. അതൊക്കെ ഇപ്പം ശരിയാക്കി. തീയലായി. നമ്മുടെ കാത്തോരൻ അത് റെഡിയായി കേട്ടോ. കുഞ്ഞു മത്തി വീണ്ടും കൊണ്ടുവന്നു. വേറെ കറി ഇരിപ്പുണ്ടായിരുന്നേ.
വീണ്ടും കുഞ്ഞു മത്തി കൊണ്ടുവന്നു. അത് ഞാൻ വെച്ച് പീര വെച്ചിരിക്കുന്നേ. ഇന്നില്ല നമ്മുടെ ഇരുമ്പുളി ഉണ്ടല്ലോ, അതിട്ട് തോരൻ വെക്കാന്ന് വിചാരിച്ചു. ചിരിക്കാൻ കൊള്ളാം. അതിൻ്റെ കൂടെ നമ്മൾ ഞായറാഴ്ച അല്ലേ, ആരെങ്കിലും ഒക്കെ ഇങ്ങനെ കൊണ്ടേ ഇരിക്കും കേട്ടോ. ഞാൻ അങ്ങോട്ട് ചാടിപ്പോവും. ആരെങ്കിലുമൊക്കെ വരുമ്പോഴേ അങ്ങോട്ട് ചാടിപ്പോവും. അങ്ങനെ ഇച്ചിരി ഒന്ന് എന്താ ബിസി ആയിപ്പോയി ഞാൻ. കുറച്ച് പരിപാടിക്കിടയിൽ തടസ്സം നേരിട്ടു. രാവിലെ വല്ല ഇതായിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ വന്നത് കേട്ടോ. സത്യം പറഞ്ഞ അപ്പോഴത് വീട്ടിൽ പോയി. സാരമില്ല, ബാക്കി നമുക്ക് അല്ലേ. കുഞ്ഞു മത്തി വിരലിൻ്റെ അത്രയുള്ള മത്തിയായിരുന്നു കേട്ടോ. അതാണ് ഇത്. ഞാൻ 2 ഇരുമ്പുളി എടുത്തോണ്ട് വരട്ടെ കേട്ടോ. അയ്യോ, അവിടെ പൈപ്പുണ്ടേ, അവിടെ സൂക്ഷിച്ച് വെട്ടണേ. പൈപ്പുണ്ട്, അവിടെ വെട്ടിപ്പൊട്ടിക്കല്ലേ, പണി കിട്ടുവേ. ഇഞ്ചി കിളച്ചാല് എന്താണ് അതിനി നമ്മൾ നടാറാകുമ്പോഴത്തേനല്ലേ എടുക്കത്തുള്ളൂ. അപ്പൊ ഇഞ്ചി എന്തോ ഇങ്ങനെ ഇടുമല്ലോ, അതിനെന്താ പറയുന്നത്, ഉണങ്ങാതിരിക്കാൻ വേണ്ടി നമ്മൾ കുഴിച്ചിടത്തില്ലേ, ഓലയൊക്കെ ഇട്ട് വെള്ളമൊക്കെ തളിച്ചിടത്തില്ലേ. നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടോ? ഇവിടെ 2 ആഴ്ചയായി നമ്മൾ ഇഞ്ചി കിളച്ചിട്ട് കേട്ടോ. ഇഞ്ചി അങ്ങനെ കിടന്നാലങ്ങ് ഉണങ്ങിപ്പോവും. ഇരുമ്പം പുളി കേട്ടോ, ഇരുമ്പം പുളി ഇട്ട് തോരൻ വയ്ക്കാം. മാങ്ങ ഇരിപ്പില്ല, മാങ്ങ ഇരിപ്പുണ്ട്, പക്ഷെ അത് വാടിയതാ. മോളെ മുളക് അങ്ങോട്ട് എടുത്ത് വയ്ക്കും. ഞാൻ നേരത്തെ ഒന്ന് നോക്കിയതാ, വെയിൽ വന്നു, അങ്ങോട്ട് എടുത്ത് വെക്കേ. ഇച്ചിരി വെയിലായി കേട്ടോ. നേരത്തെ രാവിലെ ഞാൻ ഒന്ന് നോക്കിയത്, വെയിൽ വന്നതേ ഇല്ല. രാവിലെ അങ്ങ് മഴച്ചാട്ടില്ലായിരുന്നു ഇവിടെ. അപ്പോഴിതാ കുറച്ച് മതി കേട്ടോ, പറ്റിച്ചെടുക്കാനല്ലേ, കുറച്ച് മതി. ഓക്കെ, ഇനിയും കുറച്ച് പാത്രമുണ്ട്, അതൊക്കെ കഴുകണം. പാത്രമൊന്നുമില്ല, ഇപ്പം എടുത്ത പാത്രം മാത്രം, അതൊക്കെ കഴുകണം. ഇപ്പോഴാണ് നമ്മുടെ വെളിയിലൊരു കുഞ്ഞ് വെയിലൊക്കെ വന്നത്. ഇതുവരെ വെയിലില്ലായിരുന്നു, അതുകൊണ്ട് ഇങ്ങോട്ട് വെട്ടമില്ലായിരുന്നു. ഇതേ നമ്മുടെ മത്തിപ്പീരയുടെ സെറ്റായി ചൂട് ചട്ടിക്ക്. അപ്പോൾ നമ്മുടെ അടുക്കളയിലെ പരിപാടികൾ കഴിഞ്ഞ് പപ്പടം കാച്ചി തിരിപ്പുണ്ട്. ഇനിയിപ്പം പപ്പടം കാച്ചല്ല, കാച്ചി തിരിപ്പുണ്ട്. മുളകൊക്കെ എടുത്ത് വെയിലത്തിലിട്ടെ. തെറ്റിക്കെല്ലാം കഞ്ഞിവെള്ളം കൊണ്ടൊഴിക്കുക. അത്രയേ ഉള്ളായിരുന്നോ? ആ, ഒഴിക്ക് കൊണ്ടുവന്നു. ഇച്ചിരി വെള്ളം കൂടെ ഒഴിക്കണം കേട്ടോ, പച്ചവെള്ളം കൂടെ ഒഴിക്കണം. ഇത്തിരി ബഹുമാനം. മുണ്ടഴിച്ച് തറ ഇടുവോ? മുണ്ടഴിച്ച് തറ ഇടുവോന്ന്? അയ്യോ വേണ്ടായേ, വേണ്ട, അത്രയും ബഹുമാനമൊക്കെ മതി. ബാക്കി കൂടെ ഒഴിച്ചോ, എടുത്തോണ്ട് വാ. കൊള്ളാം, എന്തായാലും കൊള്ളാം കേട്ടോ. വെള്ളം എടുക്കാൻ പോകും. തീർന്നോ വെള്ളം തീർന്നോ? ഇനിയുണ്ടോ? എളുപ്പമാട്ടെ.